ഹായ്, എല്ലാവർക്കും നമസ്കാരം. സ്മാർട്ട് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലെസൺ സിറ്റി സ്റ്റേറ്റ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2 വീഡിയോകൾ ടീച്ചർ ഇട്ടിരുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് പോകാം. ദ സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ കൾച്ചറൽ പ്രോഗ്രാമിൽ ഓരോ രാജ്യങ്ങളും അവരുടെ വിഷയങ്ങളെക്കുറിച്ച് രാജ്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ട് ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു. ബീഹാർ റെപ്രസെൻറ്റഡ് ഇന്ത്യ ഇൻ ദി കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം. അപ്പോൾ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിഹാനാണ്. ഹലോ, ഐ ആം വിഹാൻ റെപ്രസെൻറ്റിങ് ഇന്ത്യ ഇൻ ദിസ് പ്രോഗ്രാം. അപ്പോൾ വിഹാൻ പറയാണ്, ഞാനാണ് കൾച്ചറൽ പ്രോഗ്രാമിൽ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. യു മൈറ്റ് ബീൻ ഹേഡ് അബൌട്ട് ഹാരപ്പൻ സിവിലൈസേഷൻ ദാറ്റ് ഫ്ലറിഷ്ഡ് എലോങ് ദ ഇൻഡസ് റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇൻഡസ് വാലി സിവിലൈസേഷൻ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഇൻഡസ് റിവറിൻ്റെ സിന്ധു നദിയുടെ തീരത്തും അതിൻ്റെ ട്രിബ്യൂട്ടറീസ് പോഷക നദീ തീരത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്നിരുന്ന ഒരു മഹത്തായിട്ടുള്ള സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. After the decline of the Harappan civilization, the Aryans settled in സപ്തസിന്ധു റീജിയൻസ്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ അധപതനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് വന്നു. ആര്യൻസ് ഇന്ത്യയിലേക്ക് വരികയും സപ്തസിന്ധു റീജിയനിൽ സെറ്റിലാവുകയും ചെയ്തു. The northwestern part of the Indian subcontinent around 1500 BCE. അപ്പോൾ ഏകദേശം 1500 BCEയിലാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ സപ്തസിന്ധു റീജിയനിലേക്ക് ആര്യന്മാർ എത്തുന്നത്. വി ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദം ഫ്രം ദ വേദാസ് റിട്ടൺ ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ ഇവരെക്കുറിച്ച് വേദങ്ങളിൽ ആ കാലഘട്ടത്തിൽ രചിച്ചിരുന്ന വേദങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദ പീരീഡ് വെൻ വേദാസ് വെയർ റിട്ടൺ ഈസ് റിഫേർഡ് ആസ് ദ വേദിക് പീരീഡ്. അപ്പം വേദങ്ങൾ എഴുതിയിരുന്ന ആ കാലഘട്ടത്തെ വേദകാലഘട്ടം എന്ന് അറിയപ്പെടുന്നു. ലേറ്റർ ദ ആര്യൻസ് മൈഗ്രേറ്റഡ് ഫ്രം സപ്തസിന്ധു റീജിയൻ ടു ദി ബാങ്ക്സ് ഓഫ് ദി ഗാഞ്ചസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അതിനുശേഷം എന്ത് ചെയ്തു? ഈ ആര്യന്മാർ സപ്തസിന്ധുവിൽ നിന്നും ഗംഗാനദിയെയും അതിൻ്റെ പോഷക നദീതീരത്തേക്കും താമസം മാറ്റി. The discovery and the use of iron led to the expansion of agriculture and increased the production. അപ്പോൾ അയണിൻ്റെ കണ്ടുപിടുത്തം കൃഷിക്ക് വളരെയധികം സഹായിച്ചു. അത് കണക്ക് അതിനകത്ത് പ്രൊഡക്ഷൻ വർദ്ധിക്കുകയും സംസ്കാരത്തിന് വളരെയധികം പുരോഗതി ഉണ്ടാവുകയും ചെയ്തു. ദിസ് ട്രേഡ് സെൻറ്റേഴ്സ് ലേറ്റർ ഇവോൾവ്ഡ് ഇൻ ടു ദി അർബൻ സെൻറ്റേഴ്സ്. ജനപദാസ് ഫോംഡ് സെൻറ്റേർഡ് എറൗണ്ട് ദിസ് അർബൻ സെൻറ്റേഴ്സ്. അപ്പം അർബനൈസേഷൻ നഗരവൽക്കരണം ഉണ്ടാവുകയും ജനപദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് ആദ്യ വിഹാനന്ദ ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ വായിച്ച് നോക്കിയാൽ അതിൽ നിന്നും പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട് ഇവിടെ. പ്രധാനപ്പെട്ട ജനപദാസിനെ കുറിച്ച് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇൻക്രീസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അയൺ കണ്ടുപിടിച്ചതിൻ്റെ ഫലമായിട്ട് മാറ്റമുണ്ടായി. എന്തൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടായി? ജനപദാസ് ഉണ്ടായി, അതിൽ നിന്ന് മഹാജനപദാസ് ഉണ്ടായി, അർബനൈസേഷൻ ഉണ്ടായി. ഇതൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് അവിടെ ഫില്ല് ചെയ്യാം. ഫ്രം ദ ജനപദാസ് ടു മഹാജനപദാസ്. ജനപദാസിൽ നിന്നും മഹാജനപദാസിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ എങ്ങനെയൊക്കെയായിരുന്നു എന്ന് നോക്കാം. യു ഹാവ് സീൻ ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ ജനപദാസ് എമർജ്ഡ് എറൗണ്ട് അർബൻ സെൻറ്റേഴ്സ്. അപ്പം നമുക്ക് ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ ജനപദാസ് എവിടെയായിട്ടാണ് രൂപം കൊണ്ടത്? അർബൻ സെൻറ്റേഴ്സിലായിട്ടാണ്. The fertile river banks and abundant forest made certain ജനപദാസ് more powerful. അപ്പോൾ കൃഷിയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. അപ്പോൾ ഫെർട്ടൈലായിട്ടുള്ള റിവർ ബാങ്ക്സ്, ഫലപുഷ്ടമായിട്ടുള്ള നദീതീരങ്ങളും അതുപോലെ തന്നെ പിന്നെന്താണ് അബണ്ടൻറ്റ് ഫോറസ്റ്റ് മെയ്ഡ്, ഭയങ്കരമായിട്ടുള്ള ഫോറസ്റ്റും ഒക്കെ ജനപദാസിനെ പവർഫുള്ളാക്കിയപ്പോൾ അയണിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി പുതിയ പുതിയ ടൂൾസ് കണ്ടുപിടിക്കുകയും ഫോറസ്റ്റൊക്കെ ക്ലിയർ ചെയ്ത് അവരെന്ത് ചെയ്തു? കൃഷി ചെയ്യാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു. The strongest ജനപദാസ് വിച്ച് കോൺഗേഡ് നൈബറിങ് ജനപദാസ് ഇവോൾവ്ഡ് ഇൻ ടു ദി മഹാജനപദാസ്. അപ്പം സ്ട്രോങ്ങർ ആയിട്ടുള്ള ജനപദാസ് അടുത്തുള്ള ജനപദാസിനെ യുദ്ധത്തിൽ കീഴടക്കുകയും അവരുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് മഹാജനപദാസ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ദിസ് പീരീഡ് ഓഫ് മഹാജനപദാസ് ഈസ് നോൺ ആസ് ദ സെക്കൻഡ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഈ മഹാജനപദാസിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ മഹാജനപദാസ് ഉണ്ടായ ആ സമയത്തെ നമുക്ക് വിളിക്കാവുന്നതാണ് സെക്കൻഡ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ രണ്ടാമത്തെ നഗരവൽക്കരണമെന്ന് നമുക്കിതിനെ പറയാം.
ജനപദാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനപദാസ് മീൻസ് ദ ലാൻഡ് വെയർ പീപ്പിൾ റിസൈഡ്. ജനങ്ങൾ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യുന്നു. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അപ്പോൾ നമ്മൾ സൊസൈറ്റി എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ജനപദാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദ പീപ്പിൾ സെറ്റിൽഡ് അഗ്രികൾച്ചർ ഫീൽഡ് ആൻഡ് റെസിഡൻഷ്യൽ സോൺ ഇൻ റിസോഴ്സ് വിച്ച് ഏരിയ സ്റ്റാർട്ടഡ് ടു സെറ്റിൽ. ദിസ് ഇസ് നോൺ ആസ് ജനപദാസ് വെയർ ഫോംഡ്. അപ്പോൾ നമുക്ക് കൃഷി ആരംഭിക്കുമ്പോൾ എന്തോ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കേണ്ടി വരും. അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി, അതിന് ജലസേചനത്തിനൊക്കെ വേണ്ടിയുള്ള ഒരു പ്രദേശമായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അവർ സ്ഥിരമായിട്ട് താമസം തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള പ്രദേശത്തിനെയാണ് എന്തെന്ന് വിളിച്ചത്? ജനപദാസുകളെന്ന് വിളിച്ചത്. ദ 16 മഹാജനപദാസ്, പ്രധാനപ്പെട്ട മഹാജനപദാസ് ഏതൊക്കെ നോക്കിയാണ്? കംബോജ, ഗാന്ധാര, മഗധ, അങ്ക, വാജി, മല്ല, കാശി, വാസ്ത, കോസല, ചേടി, പാഞ്ചാല, അശ്മക, അവന്തി, സുരസേന, കുരു ആൻഡ് മത്സ്യ വേർ ദ 16 മഹാജനപദാസ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും 16 മഹാജനപദാസുകളാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട മഹാജനപദാസ് എന്ന് പറയുന്നത്. മഗധ റോസ് ടു പ്രോമിനൻസ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാജനപദാസായിരുന്നു ഇത് മഗധ. In the 6th century BCE, among the 16 Mahajanapada's, Magadha became a prominent ഫോഴ്സ്. അപ്പോൾ ഇത്രയും നിലനിന്നിരുന്ന ഈ 16 എണ്ണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഏത്? മഗധ എന്ന് പറയുന്നത്. നമുക്ക് ആ മാപ്പിൽ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നു. ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ദി ഗ്രോത്ത് ഓഫ് മഗധ. മഗധയെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനത്തിലേക്ക് എത്തിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെ പ്രത്യേകതകളാണെന്ന് നോക്കാം. പവർഫുൾ റൂളേഴ്സ് ആൻഡ് സ്ട്രോങ് മിലിറ്ററി. അവിടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഭരണാധികാരിയും അതേ കണക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിലിറ്ററി സംവിധാനവും ഉണ്ടായിരുന്നു. ഫെർട്ടിലിറ്റി റിസൾട്ടിങ് ഫ്രം ദ പ്രോക്സിമിറ്റി ടു ദി ഗാഞ്ചസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അപ്പോൾ ഗംഗാ വാലീസിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഗംഗയുടെ തീരത്താണ്. അപ്പോൾ ഗംഗയുടെയും അതിൻ്റെ ട്രിബ്യൂട്ടറിയുടെയും തീരത്തായിട്ടുള്ള ഫെർട്ടൈലായിട്ടുള്ള റിവർ ബാങ്ക്സ്, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രദേശമായിരുന്നു അത്. അവരെ എന്ത് ചെയ്തു? കൃഷി പുരോഗതി ഉണ്ടാകാനും അവർക്ക് എന്ത് ചെയ്തു? വരുമാനം കൂടാനും ഒക്കെ അവർക്ക് കാരണമായി. പ്രസൻസ് ഓഫ് അയൺ ഓർ മാനുഫാക്ചർ ആൻഡ് യൂസ് ഓഫ് അയൺ വെപ്പൺസ് ആൻഡ് ടൂൾസ്. അപ്പോൾ അയണിൻ്റെ കണ്ടുപിടുത്തം, സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റലാണ് അയൺ എന്ന് പറയുന്നത്. അയണിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി എന്ത് ചെയ്തു? സ്ട്രോങ് ആയിട്ടുള്ള ടൂൾസും വെപ്പൺസും ഒക്കെ ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ട് അഗ്രികൾച്ചർ വളരെയധികം പ്രോമിനൻ്റ് ആയിട്ട് മാറുകയും ചെയ്തു. പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്. അഗ്രികൾച്ചർ വികസിച്ചതനുസരിച്ച് എന്ത് ചെയ്തു? വ്യാപാരങ്ങളും വാണിജ്യങ്ങളും രാജ്യത്ത് ആരംഭിക്കുകയും ചെയ്തു. ഇനിഷ്യലി രാജഗൃഹ ആൻഡ് ലേറ്റർ പാടലിപുത്ര സെർവ്ഡ് ആസ് ദ ക്യാപിറ്റൽ ഓഫ് മഗധ. ആദ്യം രാജഗൃഹ, ഇന്നത്തെ രാജ്ഗിർ, ബീഹാറിലെ രാജ്ഗിർ എന്നറിയപ്പെടുന്ന സ്ഥലവും അതേ കണക്ക് തന്നെ ഇന്ന് പാറ്റ്ന എന്നറിയപ്പെടുന്ന പാടലിപുത്രവുമായിരുന്നു മഗധയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പ്രോമിനൻ്റ് റൂളേഴ്സ് ഓഫ് മഗധ. മഗധയിലെ പ്രോമിനൻ്റ് റൂളേഴ്സ് ആരൊക്കെ നോക്കിയാണ്? ബിംബിസാര, അജാതശത്രു, മഹാപത്മനന്ദ, ധർമ്മനന്ദ. ഇവരായിരുന്നു പ്രധാനപ്പെട്ട മഗധൻ റൂളേഴ്സ് എന്ന് പറയുന്നത്. അപ്പം മഗധയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കിങ്ഡമായിരുന്നു, സാമ്രാജ്യമായിരുന്നു മൗര്യൻ കിങ്ഡം. ഏതാണ്? മൗര്യൻ കിങ്ഡം. In 321 BCE, Chandragupta Maurya defeated Dhanananda, the ruler of Magadha, and captured power. അപ്പോൾ നോക്കിയാൽ നമ്മൾ പറഞ്ഞു ധനനന്ദ ലാസ്റ്റ് ആയിട്ടുള്ള മഗധൻ റൂളറായിരുന്നു ആര്? ധനനന്ദ. അപ്പം ധനനന്ദനെ പരാജയപ്പെടുത്തി 321 BCയിൽ ചന്ദ്രഗുപ്ത മൗര്യനാണ് മഗധൻ സാമ്രാജ്യം സ്ഥാപിച്ചത്. ഇറ്റ് വാസ് ചന്ദ്രഗുപ്ത മൗര്യ ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ മൗര്യൻ കിങ്ഡം ബൈ അനക്സിങ് നിയർബൈ റീജിയൻ ടു മഗധ. അദ്ദേഹം മഗധയെ ആക്രമിച്ച് കീഴടക്കുകയും അതിന് ചേർന്നുള്ള പ്രധാനപ്പെട്ട മഹാജനപദങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ ലയിപ്പിക്കുകയും ചെയ്തു.
ഇറ്റ് വാസ് കൗഡില്യ, ആൾസോ നോൺ as ചാണക്യ, ഹിസ് മിനിസ്റ്റർ ഹു ഹെൽപ്ഡ് ചന്ദ്രഗുപ്ത മൗര്യ ടു ട്രാൻസ്ഫോം മഗധ ഇൻറ്റു ദി എക്സ്പെൻസീവ് കിങ്ഡം ആൻഡ് ഇൻ എസ്റ്റാബ്ലിഷ് ആൻ എഫിഷ്യൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അദ്ദേഹത്തിൻ്റെ മിനിസ്റ്ററായിട്ടുള്ള കൗഡില്യൻ്റെ മറ്റൊരു പേരാണ് ചാണക്യൻ. അപ്പോൾ ആ ചാണക്യൻ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനെ വളരെയധികം പുരോഗതിക്കും അത് കണക്കത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ എക്സ്പാൻഷനും എസ്റ്റാബ്ലിഷ്മെൻറ്റിനും എഫിഷ്യൻസിക്കും ഒക്കെ വളരെയധികം അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷന് വളരെയധികം സഹായിച്ച ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു മിനിസ്റ്ററായിരുന്നു ആര്? കൗഡില്യ അല്ലെങ്കിൽ ചാണക്യൻ എന്ന് പറയുന്നത്. അശോക ദ എമിനൻ്റ് മൗര്യൻ റൂളർ എക്സ്പാൻഡഡ് ദ കിങ്ഡം ഫർദർ ബൈ കോൺകറിങ് ദ റീജിയൻസ് ലൈക്ക് കാശ്മീർ ആൻഡ് കലിംഗ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും അശോക ദ ഗ്രേറ്റിനെ കുറിച്ച്, അശോക ചക്രവർത്തിയെക്കുറിച്ച്. അപ്പം മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു റൂളറായിരുന്നു അശോക. അദ്ദേഹം കാശ്മീറും കലിംഗയും ഒക്കെ എന്ത് ചെയ്തു? ആക്രമിച്ച് മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. കലിംഗ എന്ന് പറയുന്നത് പ്രസൻറ്റ് ഒഡീഷയുടെ കോസ്റ്റൽ ഏരിയസാണ് കലിംഗ രാജ്യമായിട്ടിരുന്നത്. കൗഡില്യാസ് അർത്ഥശാസ്ത്ര. കൗഡില്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയായിരുന്നു അർത്ഥശാസ്ത്ര. വി ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മൗര്യൻ കിങ്ഡം ഫ്രം ദ അർത്ഥശാസ്ത്ര റിട്ടൺ ബൈ കൗഡില്യ. നമ്മുടെ കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം വായിക്കുകയാണെങ്കിൽ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ദിസ് വർക്ക് ഡിസ്ക്രൈബ് ഹൗ എ കിങ് ഷുഡ് ഗീവ് ആൻഡ് എക്സ്പാൻഡ് ഹിസ് കിങ്ഡം. അപ്പോൾ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിനെ എക്സ്പാൻഡ് ചെയ്തു, എങ്ങനെ അത് റൂൾ ചെയ്തു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. It offers detailed description on protecting the state from invasion, collecting tax and so on. അപ്പോൾ രാജാവ് എങ്ങനെയാണ് പ്രജകളെ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിച്ചിരുന്നത്, അത് കണക്കിന് ടാക്സ് കളക്ഷൻ, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കൗഡില്യൻ്റെ അർത്ഥശാസ്ത്ര വഴി നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ദ ഫിലോസഫേഴ്സ് ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യ. അപ്പോൾ ഇത്രയുമായിരുന്നു പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളെന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഏൻഷ്യൻ്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫിലോസഫീസ് എന്തൊക്കെയായിരുന്നു നോക്കിയേ. ഫസ്റ്റ് ജൈനിസം, ജൈനമതം. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കാം ജൈനമതം. ജൈനിസം വാസ് എ ഫിലോസഫി ദാറ്റ് എമർജഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ 6th century BCE. ഇറ്റ് വാസ് പ്രൊപ്പഗേറ്റഡ് ബൈ വർത്തമാന മഹാവീര. അപ്പോൾ 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഉയർന്നു വന്ന ഒരു ഫിലോസഫിയാണ്, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഒന്നായിരുന്നു ജൈനിസം എന്ന് പറയുന്നത്, ജൈനമതം എന്ന് പറയുന്നത്. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തത്, ജൈനമതം സ്ഥാപിച്ചത് ആരാണ്? വർത്തമാന മഹാവീര. ഹി വാസ് ദ 24th തീർത്ഥങ്കര ഓഫ് ജൈനിസം. അപ്പോൾ ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരനായിട്ട് വർത്തമാന മഹാവീരനെ അറിയപ്പെടുന്നു. He is also known as ജിന, മീനിങ് ദ കോൺകറർ ഓഫ് വേൾഡ്ലി ഡിസയേഴ്സ്. അപ്പോൾ ഇദ്ദേഹത്തിന് ജിന എന്ന പേരിൽ അറിയപ്പെടുന്നു. ജിന മീൻസ് ദ വേൾഡ്ലി ഡിസയറിൽ നിന്നും ഒക്കെ മോചിതനായിട്ടുള്ള. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, ഡിസയറുണ്ട്. അപ്പോൾ ആ ഡിസയറാണെന്ത് ദുഃഖങ്ങൾക്കെല്ലാം കാരണം. നമുക്ക് 10 രൂപ കിട്ടും, അപ്പോൾ എന്ത് വിചാരിക്കും, അയ്യോ 100 രൂപ കിട്ടിയിരുന്നെങ്കിൽ അല്ലേ. അപ്പോൾ ആ ആഗ്രഹങ്ങളിൽ നിന്നും ഒക്കെ ഉള്ള ഒരു മോചിതനായിട്ടുള്ള ഒരു വ്യക്തി, അതാണ് ജിന എന്ന് പറയുന്നത്. ഐഡൽസ് ഓഫ് ജൈനിസം. ജൈനിസത്തിൻ്റെ ഐഡൽസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ആൾ തിങ്സ് ഹാവ് ലൈഫ്. എല്ലാ വസ്തുക്കൾക്കും എന്ത് ജീവൻ, ഒരു ജീവിതമുണ്ട്. നോ ലിവിങ് തിങ്സ് ഷുഡ് ബി ഹാമഡ്. അപ്പോൾ ഒരു ജീവനുള്ള വസ്തുക്കളെ നമ്മൾ ഉപദ്രവിക്കരുത്. ഡു നോട്ട് സ്റ്റീൽ, ഡു നോട്ട് ലൈ. ഒരിക്കലും മോഷ്ടിക്കരുത്, ഒരിക്കലും കള്ളം പറയരുത്. പ്രാക്ടീസ് റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളേജ് ആൻഡ് റൈറ്റ് ആക്ഷൻ. അപ്പോൾ ത്രിരത്ന എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ജൈനമതത്തിൽ നിലനിന്നിരുന്നു. ഏതൊക്കെയായിരുന്നു ത്രിരത്ന? റൈറ്റ് ബിലീഫ്, ശരിയായിട്ടുള്ള വിശ്വാസം, ശരിയായിട്ടുള്ള അറിവ്, ശരിയായിട്ടുള്ള പ്രവൃത്തി. ഇതായിരുന്നു ത്രിരത്ന എന്ന് അറിയപ്പെടുന്നത്. നോക്കിയേ, തീർത്ഥങ്കര. ദ ടേം തീർത്ഥങ്കര മീൻസ് വൺ ഹു ഹാസ് അറ്റൈൻഡ് വിസ്ഡം ത്രൂ ദ അസറ്റിസം. അപ്പോൾ തീർത്ഥങ്കര എന്ന് പറയുന്ന ഒരാൾ സന്യാസി ജീവിതത്തിൽ അല്ലേ ദൈവത്തെ പ്രാപിക്കുക, അതാണ് തീർത്ഥങ്കരാസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ജെയിൻ ബിലീഫ് ദെയർ വെയർ 24 തീർത്ഥങ്കരാസ്. ജൈന മതത്തിൻ്റെ വിശ്വാസത്തിൽ എത്ര തീർത്ഥങ്കരന്മാരാണുള്ളത്? 24 തീർത്ഥങ്കരന്മാരിൽ. അതിൽ 24ാമത്തെ തീർത്ഥങ്കരനായിട്ടുള്ള വർത്തമാന മഹാവീരനാണ് ജൈനമതം സ്ഥാപിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
നെക്സ്റ്റ് നോക്കിയേ, ബുദ്ധിസം വാസ് അനദർ മേജർ ഫിലോസഫി ദാറ്റ് എമർജ്ഡ് ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ രൂപം കൊണ്ട മറ്റൊരു മതമാണ് ഏത്? ബുദ്ധിസം എന്ന് പറയാം. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ഗൗതമ ബുദ്ധനാണ് ഏത് സ്ഥാപിച്ചത്? ബുദ്ധിസം സ്ഥാപിച്ചത്. ഹിസ് ഒറിജിനൽ നെയിം വാസ് സിദ്ധാർത്ഥ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? സിദ്ധാർത്ഥ എന്നായിരുന്നു. ആഫ്റ്റർ അറ്റൈനിങ് എൻലൈറ്റൻമെൻറ്റ് അറ്റ് ബോധഗയ ഇൻ ബീഹാർ ഹി കെയിം ടു ബി നോൺ ആസ് ഗൗതമ ബുദ്ധ. അപ്പോൾ ഇദ്ദേഹം ഒരു രാജാവായിരുന്നു. ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു? ബീഹാറിലെ ഗയയിൽ വെച്ച് ബോധോദയം ഉണ്ടാവുകയും ജ്ഞാനോദയം ഉണ്ടാവുകയും അദ്ദേഹം ഗൗതമ ബുദ്ധ എന്ന പേരിൽ അറിയപ്പെടുകയും എന്ത് സ്ഥാപിക്കുകയും ചെയ്തു? ബുദ്ധിസം എന്ന് പറയുന്ന ഒരു പുതിയ മതം സ്ഥാപിക്കുകയും ചെയ്തു. ഐഡൽസ് ഓഫ് ബുദ്ധിസത്തിൻ്റെ ഐഡിയോളജി എന്തൊക്കെയാണ്? ഡു നോട്ട് ഹാം അതേഴ്സ്, മറ്റുള്ളവരെ ഒരിക്കലും ദ്രോഹിക്കരുത്. ഡു നോട്ട് ലൈ, കള്ളം പറയരുത്. ബി ഹോണസ്റ്റ്, നമ്മളെപ്പോഴും സത്യസന്ധനായിരിക്കുക. ഡു നോട്ട് കൺവേർട്ട് അതേഴ്സ് വെൽത്ത്, നമുക്ക് മറ്റുള്ളവരുടെ സ്വത്തിലൊന്നും നമുക്ക് ഒരു ആർത്തിയും പാടില്ല എന്നതൊക്കെയായിരുന്നു ബുദ്ധിസത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ. അപ്പോൾ ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട രണ്ട് ഫിലോസഫി? ജൈനിസവും ബുദ്ധിസവും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക, ടീച്ചറിൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.